യുകെയിൽ റെസിഡൻസ് ആയിട്ടുള്ളവരുടെ വിസയെക്കുറിച്ചുള്ള 3 അപ്ഡേറ്റുകളാണ് ഈ ഒരു വീഡിയോയിൽ. ഒന്നാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് BRP കാർഡിനെ കുറിച്ചുള്ള അപ്ഡേറ്റാണ്. നിങ്ങൾക്കറിയാം BRP കാർഡുകൾ കഴിഞ്ഞ വർഷം ഡിസംബറിൽ നിർത്തലാക്കിയിരുന്നു. BRP കാർഡുകൾക്ക് പകരമായിട്ട് വിസകൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു, ഇലക്ട്രോണിക് വിസകൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഹോം ഓഫീസ് എല്ലാവരോടും വിസ അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യുകയും നിങ്ങളുടെ ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് അല്ലെങ്കിൽ വിസ സ്റ്റാറ്റസ് ഡിജിറ്റലൈസ് ആക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത് കൃത്യമായ സമയത്ത് ചെയ്യാൻ പറ്റാത്തതിൻ്റെ പേരിൽ BRP കാർഡുകളുടെ വാലിഡിറ്റി 2025 ജൂൺ 2 തീയതി വരെ ഹോം ഓഫീസ് എക്സ്റ്റെൻഡ് ചെയ്തിരുന്നു. എന്ന് വെച്ചാൽ 2025 ജൂൺ 2 തീയതി വരെ നിങ്ങൾക്ക് BRP കാർഡുകൾ നിങ്ങളുടെ റൈറ്റ് വർക്ക് ചെക്ക് പ്രൂവ് ചെയ്യാനോ അതല്ലെങ്കിൽ ട്രാവൽ ഡോക്യുമെൻ്റ് ആയിട്ടോ നിങ്ങൾക്ക് യൂസ് ചെയ്യാമായിരുന്നു. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ BRP കാർഡുകൾ ഇനി എനിമോർ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിലോ അതല്ലെങ്കിൽ മറ്റ് ആവശ്യങ്ങൾക്കായിട്ട് നിങ്ങളുടെ BRP കാർഡ് ഇനി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. പകരം നിങ്ങൾ വിസ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ആ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ വിസ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ആ വിസ അക്കൗണ്ടിലാണ് നിങ്ങളുടെ കറൻറ്റ് വിസയുടെ ഡീറ്റെയിൽസും എന്നുവരെയാണ് നിങ്ങളുടെ വിസ ഉള്ളത്, വിസയിൽ എന്തൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിസയിൽ കാണാം. ആ ഒരു വിസ അക്കൗണ്ടിൽ നിന്നാണ് നിങ്ങളുടെ എംപ്ലോയർക്കും അതേപോലെ പ്രോപ്പർട്ടി റെൻറ്റ് ചെയ്യാനുമൊക്കെയുള്ള ഷെയർ കോഡ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഈ പറയുന്ന വിസ അക്കൗണ്ടിൽ നിന്നാണ്. ഇനി രണ്ടാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് വിസ അക്കൗണ്ടുകൾ സാധാരണ എല്ലാവരും ക്രിയേറ്റ് ചെയ്തത് അവരുടെ BRP കാർഡ് ഉപയോഗിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും പലരുടെയും പാസ്പോർട്ട് വിസ അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ പാസ്പോർട്ടും വിസ അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്യുക. നിങ്ങൾ എന്തെങ്കിലും കാരണവശാൽ പാസ്പോർട്ടുകൾ മാറുകയാണെങ്കിൽ ആ സമയത്ത് നിങ്ങൾ പുതിയ പാസ്പോർട്ടും വിസ അക്കൗണ്ടുമായിട്ട് എപ്പോഴും ലിങ്ക് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് സൂക്ഷിക്കണം. എന്നാൽ മാത്രമേ ഒരുപക്ഷെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ മറ്റ് സ്ഥലങ്ങളിലേക്ക് ട്രാവൽ ചെയ്യാനും ഒക്കെ സാധിക്കുകയുള്ളൂ. ഇനി മൂന്നാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് വിദേശത്തു നിന്ന് യുകെയിലേക്ക് സ്കിൽഡ് വർക്കർ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നവർക്കുള്ള അപ്ഡേറ്റാണ്. ഇത്രയും കാലം നമ്മൾ സ്കിൽഡ് വർക്കർ വിസയ്ക്ക് വിദേശത്ത് നിന്ന് അപ്ലൈ ചെയ്യുമ്പോൾ സാധാരണ അതിൽ നമ്മുടെ വിസ ആപ്ലിക്കേഷൻ അപ്രൂവ് ആയി കഴിയുമ്പോൾ ഹോം ഓഫീസ് നമ്മുടെ പാസ്പോർട്ടിൽ ഒരു വിനേറ്റ് സ്റ്റിക്ക് ചെയ്താണ് തരുന്നത്, അല്ലെങ്കിൽ ഒരു വിസ സ്റ്റിക്കറാണ് തരുന്നത്. ആ വിസയുടെ വാലിഡിറ്റി എന്ന് പറയുന്നത് 3 മാസമായിരിക്കും. ആ 3 മാസത്തിനുള്ളിൽ നമ്മൾ യുകെയിൽ വരണം എന്നാണ് റൂൾ ഉള്ളത്. എന്നാൽ ജൂലൈ 15 തീയതി തൊട്ട് ഈ പറയുന്ന വിസ സ്റ്റിക്കർ അല്ലെങ്കിൽ വിനേറ്റ് ഉണ്ടാവില്ല എന്ന് ഹോം ഓഫീസ് അറിയിച്ചിട്ടുണ്ട്. പകരം നിങ്ങളുടെ വിസ ആപ്ലിക്കേഷൻ അപ്രൂവ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഇമെയിൽ ഹോം ഓഫീസിൽ നിന്ന് കിട്ടും. ആ ഇമെയിലുള്ള റെഫറൻസ് നമ്പർ ഉപയോഗിച്ചിട്ട് ആപ്ലിക്കൻസ് വിസ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ അവർക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുകയുള്ളൂ. വിസ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയും എയർപോർട്ടിൽ വരുമ്പോൾ അവർ ഷെയർ കോഡ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ബോർഡിംഗ് പാസ് കിട്ടി ട്രാവൽ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ 3 അപ്ഡേറ്റുകളാണ് ഈ ഒരു കാര്യത്തിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. വിസ അക്കൗണ്ടുകൾ നിങ്ങൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് സൂക്ഷിക്കുക. അതേപോലെ നിങ്ങളുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസും അതുമായിട്ട് ലിങ്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച്.